ഞങ്ങളടിയങ്ങൾ കർത്താവിൻ്റെ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുന്നു. അടിയങ്ങളെ സഹായിക്കണം. അടിയങ്ങളുടെ ആത്മീയ ജീവിതം ദൈവഹിത പ്രകാരമായി തീരുവാൻ തിരുവചന കേൾവി അടിയങ്ങൾക്കിടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ തുടർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഗലാത്യ ലേഖനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. അതിൽ 26-ാമത്തെ വാക്യം മുതൽ 5th chapter verse 26 മുതൽ 26 മുതൽ 6-ാം അധ്യായം 5 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ഗലേഷ്യൻസ് chapter 5 26 to 6 verse 6 verse 5. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ പല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതര ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ. ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. താൻ അല്പനായിരിക്കെ മഹാനാകുന്നുവെന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. ഓരോരുത്തൻ താതാന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തന്റെ പ്രശംസ മനുഷ്യനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. Praise God. Galatians chapter 5 26 to 6 verse 5. കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളെ ആസ്പദമാക്കി ചിന്തിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ 16 മുതൽ 25 വരെയുള്ളതാകുന്ന വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ക്രിസ്തീയ ജീവിതത്തിലുള്ളതാകുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ആത്മാവും ജഡവും തമ്മിലുള്ളതാകുന്ന കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റിൽ, ആ പോരാട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് ജയിപ്പാൻ കഴിയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ജഡത്തെ ക്രൂശിക്കുന്ന അനുഭവത്തിൽ ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിന്റെ ഫലം ഉള്ളവരായി ജീവിപ്പാൻ നമുക്ക് കഴിയും എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ 26-ാം വാക്യം മുതൽ അതിൻ്റെ 6-ന്റെ തുടർന്നുള്ള വാക്യങ്ങൾ അങ്ങനെയുള്ളതാകുന്ന ഒരു ജയകരമാകുന്ന ജീവിതത്തിൻ്റെ പ്രായോഗിക ഫലങ്ങളാണ് അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ അത് ചില സ്വകാര്യ അനുഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല ആത്മനിറവെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയപ്പെടുന്നുവെങ്കിൽ പ്രായോഗികമാകുന്ന ഫലങ്ങൾ ആത്മനിറവിന്റെ ഫലമായി കാണുവാൻ കഴിയും എന്ന് ദൈവവചനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതിന് സമാന്തരമാകുന്ന ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വീഞ്ഞു കുടിച്ച്, when you are intoxicated with wine, it has a practical result as a result of being drunk. But when you are filled with the Spirit of God, it is so evident in every life. And that is why there is the fruit of the Spirit, which is so evident in every life. ആത്മാവിന്റെ ഫലം അത് വ്യക്തമായി കാണാൻ കഴിയുന്നതാണ്, അത് പ്രായോഗികമായി ഗ്രഹിപ്പാൻ കഴിയുന്നതാണ്. അപ്പോൾ ആത്മനിറവ് എന്നുള്ളതും ആത്മാവിനെ അനുസരിച്ച് ജഡത്തെ ക്രൂശിച്ച് നടക്കുകയും ചെയ്താൽ അത് കാണുവാനും അറിയുവാനും മറ്റുള്ളവർക്ക് തിരിച്ചറിയുവാൻ കഴിയുമെന്ന് സാരം.
അതാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. വിശേഷിച്ച് എഫേസ്യ ലേഖനത്തിലെ ആ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ഒന്ന്, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മിക ഗീതങ്ങളാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും അന്യോന്യം സംസാരിക്കുന്നു. യു ടോക്ക് വിത്ത് ഈച്ച് അതർ, വൺ അനദർ. 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഔട്ട് ഓഫ് ഫിയർ ഓഫ് ക്രൈസ്റ്റ് യു സബ്മിറ്റ് ടു ഈച്ച് അതർ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ സ്തോത്രമുണ്ട്, സ്തുതിയുണ്ട്, അന്യോന്യമുള്ള കൂട്ടായ്മ ബന്ധമുണ്ട്. ഒരുവൻ മറ്റൊരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണി തന്നെ തന്നെ സമർപ്പിപ്പാനുള്ള മനോഭാവമുണ്ട്. ഇതാണ് പ്രായോഗികമായി ആത്മനിറവിന്റെ എവിഡൻസ്. ആത്മനിറവിന്റെ എവിഡൻസ് മറ്റ് ചില അനുഭവങ്ങളിൽ ഒതുങ്ങുന്നതല്ല. അതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നിശ്ചയമായിട്ടുമുണ്ട്. എന്നാൽ അവിടെ അത് തീരുന്നില്ല. പ്രായോഗിക ജീവിതത്തിൽ വളരെ വ്യക്തതയോടെ കാണുവാൻ, തിരിച്ചറിയുവാൻ കഴിയുന്നതാണ് ആത്മനിറവും ആത്മാവിനെ അനുസരിച്ചുള്ള ജീവിതവും. ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇവിടെ ഈ തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? 26-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. 26-ാം വാക്യം ശ്രദ്ധിച്ചാൽ, ഗലാത്യ ലേഖനം 5:26, നാം അന്യോന്യം പോരിനു വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികൾ ആകരുത്. ലെറ്റ് us not be conceited. നമ്മൾ വൃഥ അഭിമാനികളാകുമ്പോൾ, ദുരഭിമാനികളാകുമ്പോൾ, നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ നാം വാസ്തവത്തിൽ ഉള്ളതിനേക്കാളും നാം നമ്മെക്കുറിച്ച് തന്നെ സങ്കല്പിക്കുമ്പോൾ, when we are conceited, when we think we are somebody, നാം മറ്റെന്തോ ആണെന്നുള്ള ചിന്ത ഹൃദയത്തിലേക്ക് വരുമ്പോൾ, when we have an awareness of our own greatness, that will result in either of the two. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അത് പരിണിത ഫലമാകും. നമുക്ക് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിമിത്തം എന്താ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് വൃഥാഭിമാനം നമുക്കുണ്ടെങ്കിൽ, when we are conceited, when we are boastful, when we think about ourselves as somebody, നാം ആരോ ആണ് എന്നുള്ള ചിന്ത വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? രണ്ട് കാര്യമുണ്ടാകും. ഒന്ന്, we will assert our superiority. നാം നമ്മുടെ ആ വലിമ പ്രകടിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കും. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ അന്യോന്യം പോരിന് വിളിക്കും. മറ്റൊന്നെന്താ സംഭവിക്കുന്നത്? മറ്റൊന്ന്, അവൻ എന്നെക്കാളും ഉയർന്നവനാണ്. ഹി ഈസ് മച്ച് മോർ ടാലന്റഡ് ദാൻ മീ, ഹി ഈസ് മച്ച് മോർ എഫിഷ്യന്റ് ദാൻ മീ, therefore I am jealous of him. ഒന്നുകിൽ എന്റെ അധികാരം ഉറപ്പിക്കുവാനുള്ള നടപടികൾ ഞാൻ ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ എനിക്ക് അതിന് കഴിയത്തില്ലെങ്കിൽ എന്നെക്കുറിച്ച് തന്നെ എനിക്ക് അബദ്ധധാരണയുള്ളത് കൊണ്ട് മറ്റൊരു വ്യക്തിയുടെ കഴിവുകളിൽ ഞാൻ അസൂയപ്പെടാൻ തുടങ്ങും. ഈ രണ്ട് ഫലങ്ങളാണ് ജഡത്തെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ സംഭവിക്കുന്നത്. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നുള്ളത് ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു. അതിന്റെ 1 മുതൽ 5 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ പല കാര്യങ്ങളാ, ഓരോ വാക്യവും എടുത്ത് വിശദീകരിപ്പാൻ എനിക്കുന്ന സമയമില്ല. പ്രധാനമായിട്ടുള്ള ചിന്ത, we must carry the burden. നാം ഭാരം വഹിക്കുന്നവരാകണം. We must carry the burden of others. ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രായോഗികമാകുന്ന ഫലം അതിനുണ്ട്. അങ്ങനെയുള്ളതാകുന്ന ഒരു ഫലമാണ് നമ്മൾ ഭാരം ചുമക്കുവാൻ തയ്യാറാകും.
എന്താണ് ഈ ദൈവത്തിന്റെ വചനഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയം? നമുക്ക് വളരെ അല്പനിമിഷങ്ങൾക്കുള്ളിൽ അത് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഭാരങ്ങളുണ്ട്. വി ഓൾ ഹാവ് ബർഡൻ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഭാരവും ചുമന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എന്നു വേണ്ട, സകല മനുഷ്യർക്കും വിവിധ നിലകളിലുള്ള ഭാരമുണ്ട്. ഭാരവും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമില്ലാത്ത ഒരു ലോക ജീവിതം ആർക്കുമില്ല. അത് നമ്മൾ വളരെ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഭാരങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം ആർക്കും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും അതുണ്ട്. ഏറ്റവും പ്രാഥമികമായും അടിസ്ഥാനപരമായിട്ടും ദൈവമക്കൾക്കുള്ള ആശ്വാസം എന്താ? നമുക്ക് ഭാരം ഇല്ലെന്നുള്ളതല്ല നമ്മുടെ ആശ്വാസം. ഭാരമുണ്ട്, നമുക്ക് കഷ്ടമുണ്ട്, സങ്കടങ്ങളുണ്ട്, നമ്മുടെ വേദനകളുണ്ട്, ആരും അറിയാത്ത സങ്കടങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. എന്നാൽ ഇവയെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഭാരം ചുമക്കുവാൻ നമുക്ക് അത്താണിയായി, ചുമടുതാങ്ങിയായി പുരാതനനാകുന്ന ദൈവം, നമ്മുടെ സങ്കേതം, കീഴിലും ശാശ്വതങ്ങളാകുന്ന ഭുജങ്ങളുണ്ട്. നമ്മെയും നമ്മുടെ ഭാരത്തെയും ഒരുപോലെ ചുമക്കുവാൻ കഴിവുള്ളവനാകുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതാണ് ഭാരങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ, പ്രത്യാശയോടെ നിലനിൽക്കുവാൻ നമുക്കിടയായി തീരുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, 55-ാം സങ്കീർത്തനം അതിന്റെ 22-ാമത്തെ വാക്യം, നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, തന്റെ നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ ദൈവം നമ്മെ ചുമന്നു എന്നുള്ളതാ നമ്മുടെ സവിശേഷത. ദൈവം നമ്മെ ക്യാരി ചെയ്തില്ലായിരുന്നെങ്കിൽ, ദൈവം നമ്മെ നിലനിർത്തിയില്ലായിരുന്നുവെങ്കിൽ നാം ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ലായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ ഭാരമെന്നുള്ളത് ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാത്ത പാപഭാരമാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മുടെ അകൃത്യങ്ങൾ നമ്മുടെ മേൽ അതിഭാരമായിരുന്നു. നമുക്ക് ചുമന്നൊഴിപ്പാൻ കഴിയാത്തതാകുന്ന പാപത്തിന്റെ ആ ഭാണ്ഡവും ആ ചുമടും ആ ഭാരവും പേറി പ്രത്യാശയ്ക്ക് വകയില്ലാതെ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായി, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരായി, അകന്നവരായി, പ്രതീക്ഷയറ്റവരായി നാം ജീവിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ മഹാകരുണ ഉദിച്ചപ്പോൾ അവിടുന്ന് എന്ത് ചെയ്തു? 53-ാമത്തെ അധ്യായം യെശയ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ അകൃത്യങ്ങളെയും നമ്മുടെ വേദനകളെയും അവൻ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആർക്കും നമ്മെ സഹായിപ്പാൻ കഴിയാതെ ഇരുന്ന നമ്മുടെ ഏറ്റവും വലിയ പാപഭാരമെന്നുള്ളത്, പ്രിയമുള്ളവരെ, ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയാതെ ഇരുന്ന ആ സ്ഥാനത്ത് നമ്മുടെ പൊന്നു കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ ഭാരത്തെ ചുമന്നൊഴിച്ചതുകൊണ്ടാണ് നാം ഇന്ന് ദൈവസന്നിധാനത്തിലായിരിക്കുന്നത്. യേശു ഇങ്ങനെ അരുളി ചെയ്തു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ പാപഭാരത്തിന്റെ ചുമട് നമ്മുടെ മേൽ അതിഭയങ്കരമായിരുന്നപ്പോൾ അത് സ്വയമായി ഏറ്റിട്ട് അതിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ പ്രസാദം തോന്നിയ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ അനേക കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 68-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു,
നമ്മുടെ രക്ഷയുടെ ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയായ കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. 1 പത്രോസ് 5:7 നമ്മൾ വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവേൻ. സ്തോത്രം. ദൈവം നമ്മുടെ ഭാരങ്ങളെ, ഏറ്റവും പ്രാഥമികമായി നമ്മുടെ പാപഭാരത്തെ ചുമന്നൊഴിച്ചു. എന്നാൽ അതുമാത്രമല്ല, ദൈവം തന്റെ പ്രൊവിഷനിൽ, ദൈവം തന്റെ കരുണയിൽ മറ്റ് പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവം വഴിയൊരുക്കുന്നുണ്ട്. മറ്റു വ്യക്തികളെ ദൈവം അതിനായി ഉപയോഗിക്കും. വിശേഷിച്ച് 2 കൊരിന്ത്യർ 7-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനുഗ്രഹീതനാകുന്ന, വളരെ ശക്തനാകുന്ന, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാകുന്ന, വെളിപ്പാടുകളുടെ ആധിക്യമുണ്ടായിരുന്ന, അനുഗ്രഹീതനാകുന്ന ആ ദൈവഭൃത്യൻ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണമേ. താനും നമ്മെ പോലെ ഈ ഫ്ലഷ് ആൻഡ് ബ്ലഡിൽ ജീവിച്ചവനായിരുന്നു എന്നുള്ളത് നമുക്ക് അവിടെ ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ഞങ്ങൾ മക്കെദോന്യയിലെത്തിയ ശേഷം ഞങ്ങളുടെ ജഡത്തിലൊട്ടും സുഖമില്ല. നോക്കുക, എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് കഷ്ടം. പുറത്ത് യുദ്ധം, അകത്ത് ഭയം. അങ്ങനെ വളരെ ഞങ്ങൾ ഭാരപ്പെട്ടു. എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. നോക്കുക, ദൈവത്തിന്റെ ഒരു വിശേഷണം എന്താണത്? എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം. പൗലോസ് പറയുക, ഞങ്ങള് മക്കെദോന്യയില് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു, വലിയ ഭാരങ്ങളായിരുന്നു. എന്നാൽ എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. എങ്ങനെ ആശ്വസിപ്പിച്ചു? തീത്തോസിന്റെ വരവിനാൽ. നോക്കിക്കേ, അപ്പോൾ ദൈവം തന്നെ ആശ്വസിപ്പിക്കുവാൻ പൗലോസ് പറയുകയാണ്, ഉപയോഗിച്ചത് ആരെയാ? തീത്തോസിനെ. ദൈവം നേരിട്ട് നമ്മെ ആശ്വസിപ്പിക്കുന്ന, നേരിട്ട് അത്ഭുതകരമായി നമ്മെ സഹായിക്കുന്ന അനവധി സാഹചര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു സാഹചര്യത്തിൽ കൂടെ മറ്റുള്ളവരെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ ദൈവം ഉപയോഗിക്കും. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ എന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. അപ്പോൾ ദൈവമാണ് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നത് അൾട്ടിമേറ്റ്ലി. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം തന്റെ പ്രൊവിഡൻസിൽ മറ്റുള്ളവരെ നമ്മുടെ ഭാരം ചുമക്കാനായി ദൈവം ഉപയോഗിക്കും എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ നാം നമ്മുടേതാകുന്ന കൊച്ചു ലോകത്തിൽ ഒതുങ്ങാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഓരോ ഭക്തനും മറ്റുള്ളവരോട് ഒരു ശുശ്രൂഷയുണ്ട്. ആത്മാവിന്റെ ഫലമായി അത് നമ്മിൽ കാണേണ്ടതായിരിക്കുന്നു. നാം അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം. അങ്ങനെ അന്യോന്യം ഭാരങ്ങളെ ചുമക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അതിന്റെ 1-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. യഥാസ്ഥാനപ്പെടുത്തുക എന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഒരു ഒടിഞ്ഞുപോയ അസ്ഥി വളരെ സാവധാനതയോടെ, വളരെ കൃത്യതയോടെ അത് തൽസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഡോക്ടർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ വാക്കിനാൽ മൂലഭാഷയിൽ അതിന്റെ അർത്ഥം വ്യക്തമാകുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ഇതേ പദം, ഈ ഗ്രീക്ക് ഭാഷയിൽ ഉള്ളതാകുന്ന ഈ പദം മറ്റൊരു സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ എടുത്തു വായിക്കേണ്ട, നമുക്കറിയാം. അവിടെ അപ്പോസ്തലന്മാരെ കർത്താവ് വിളിക്കുമ്പോൾ അവര് കീറിയതാകുന്ന വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. നോക്കുക, വല നന്നാക്കുന്നത് എന്തിനാ? മീൻ പിടിക്കാനാ. ശ്രദ്ധിക്കണേ, വല നന്നാക്കുന്നത് മീൻ പിടിക്കാനാ. വല കീറിയിരുന്നാൽ എന്ത് കിട്ടുകയില്ല? മീൻ കിട്ടത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവമക്കളാകുന്ന നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വല എവിടെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ, അതായത് ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നല്ല സാക്ഷ്യം വഹിക്കുന്നവരല്ല നമ്മളെങ്കിൽ ആ വല കൊണ്ട് മീൻ പിടിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആത്മീകരാകുന്ന നിങ്ങൾ അവിടെയുള്ളതാകുന്ന വലയുടെ ആ കീറിപ്പോയതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? തുന്നേണം. എങ്ങനെയാ തുന്നേണ്ടത്? സൗമ്യതയിൽ അത് ചെയ്യണം. സൗമ്യതയിൽ ആരാണ് ചെയ്യേണ്ടത്? ആത്മീകരാ ചെയ്യേണ്ടത്. ആത്മീകരെന്ന് പറഞ്ഞാൽ ആരാ? മുകളിൽ നമ്മൾ വായിച്ചു, ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ആത്മാവിന്റെ ഫലം ഉള്ളവരാകുന്ന പക്വതയുള്ള ദൈവജനം സൗമ്യതയോടെ തെറ്റിലകപ്പെട്ട ഒരുവനെ റെസ്റ്റോർ ചെയ്യുവാനായി ശ്രമിക്കണം. ദൈവസഭയിൽ അന്യോന്യമുള്ളതാകുന്ന ശുശ്രൂഷയും കൂട്ടായ്മ ബന്ധവും ആത്മാവിന്റെ ഫലമായിട്ട് നമ്മളിൽ കാണപ്പെടേണ്ടതുമാകുന്ന ഗുണമാണത്. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ. ഒന്ന്, ദൈവം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. രണ്ട്, അന്യോന്യം നമ്മൾ ഭാരങ്ങളെ ചുമക്കേണ്ടവരാണ്. ഏറ്റവും അവസാനത്തെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ. ഇതിന്റെ അർത്ഥം എന്താ? മുകളിൽ പറഞ്ഞു അന്യോന്യം ഭാരങ്ങളെ ചുമക്കാ പറഞ്ഞു. പിന്നെ പറഞ്ഞു ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു 1-2 വാക്കുകളിൽ. ആദ്യം പറഞ്ഞ ഭാരമെന്നുള്ളത് മുമ്പേ ഞാൻ വിശദീകരിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ പറയുന്ന ചുമടെന്നുള്ളത് അങ്ങനെയുള്ള ഭാരങ്ങളല്ല. നേരെ മറിച്ച് ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് പറഞ്ഞ വാക്കുകളിൽ വ്യക്തതയോടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ആ വേദഭാഗം ഇതിന്റെ സമാന്തരമായി ഒന്ന് ചിന്തിച്ചാൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 28 മുതൽ താഴോട്ടുള്ള വാക്യം വായിച്ചാൽ ഈ 2 കാര്യങ്ങളെ കുറിച്ചും അവിടെ എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. നോക്കുക, ആദ്യം കർത്താവ് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ ഭാരം ചുമക്കണ്ട, ഞാൻ ചുമക്കാമല്ലോ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമല്ലോ. അടുത്ത വാക്യങ്ങൾ. നോക്കുക, എന്നാൽ ആശ്വാസം കണ്ടെത്തും. നോക്കുക, ഭാരം കർത്താവ് ചുമക്കും, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ഭാരം ചുമക്കുമ്പോൾ വേറൊരു കാര്യം അവിടെയുണ്ട്. കർത്താവിന്റെ നുകം നമ്മുടെ തോളിന്മേൽ വെക്കാൻ നമ്മൾ ഒരുങ്ങണം. സ്തോത്രം. ആ നുകം ചുമക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല, നമ്മൾ തന്നെ ചുമന്നേലേ പറ്റൂ. എന്റെ പാപത്തിന് ഞാൻ മാനസാന്തരപ്പെട്ടേലേ കഴിയത്തുള്ളൂ. എന്റെ ആത്മീക ജീവിതം നന്നാകാൻ ഞാൻ ഉത്സാഹിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. ഞാൻ സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ ഞാൻ നേരെയുള്ള ഇടുക്ക് വഴിയിലൂടെ കർത്താവിന്റെ വചനത്തിന്റെ പ്രമാണത്തിൽ ഞാൻ സഞ്ചരിച്ചേ മതിയാവും. എനിക്ക് ദൈവം എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ വേദപുസ്തകം വായിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. എനിക്ക് ദൈവത്തോട് സംസാരിക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേ കഴിയത്തുള്ളൂ. എനിക്ക് ആത്മീകമായി വർദ്ധിക്കണമെങ്കിൽ ഞാൻ ഉപവസിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. വേറെ ആർക്കും അത് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവസഭയിലുള്ള ഒരു കോർപ്പറേറ്റ് ബ്ലെസ്സിങ് കിട്ടുമെന്ന ചിന്തയില് മറ്റുള്ളവരുടെ ആ ബ്ലെസ്സിങ്ങിൽ ഷെയർ ചെയ്യാമെന്നൊന്നും ആരും കരുതരുത്. ദൈവത്തിന്റെ വചനം പറയുക, അവരവർ
തങ്ങളുടെ ഭാരം ചുമക്കണമല്ലോ, ചുമക്കണമല്ലോ. ഇന്നത്തെ പകൽ സമയം, എന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കേണ്ടത്? അത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, നാം മറ്റുള്ളവരുടെ ഭാരങ്ങളെ ഉൾക്കൊള്ളുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അതിനെ ചുമക്കുവാൻ നമ്മൾ ഒരുക്കമായി തീരും. നാം തന്നെ ഹല്ലേലൂയ ഭയത്തോടെ, വിറയലോടെ, നാമും മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠരല്ല എന്ന ബോധ്യത്തോടെ തന്നെ അത് ചെയ്യുകയും അതേസമയം തന്നെ നമ്മിലുള്ള ഉത്തരവാദിത്തങ്ങളെ വ്യക്തതയോടെ മനസ്സിലാക്കി അത് ചെയ്യുവാൻ നമ്മൾ ഒരുങ്ങുകയും ചെയ്യും. ആകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ആത്മാവിനെ അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് ഏറ്റവും കാമ്യം. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. സഹോദരന്മാർ,